അല്ലെങ്കിൽ ഒരു ഈസി മെഡിക്കൽ കോളേജൊക്കെ ഒരു നാടിന് കിട്ടുന്നത് മുടക്കാൻ ഒരു സർക്കാർ ഇറങ്ങിക്കുമോ? ഇതെന്ത് സർക്കാരാ? ഇത് സർക്കാരാണോ? വീണ ജോർജ് എന്ന് പറഞ്ഞ കഴിവുകെട്ട മന്ത്രിയുടെ തൊഴിലാളി വിരുദ്ധ മനോഭാവം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇതിനോടൊപ്പമുള്ള മറ്റ് 9 സംസ്ഥാനങ്ങൾ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ ESI മെഡിക്കൽ കോളേജുകൾ അവരവരുടെ നാടുകളിലേക്ക് വാങ്ങിയെടുത്തപ്പോൾ ഇവിടെ തൊഴിലാളികൾക്കെതിരായി നിലപാടെടുത്തിരിക്കുക പിണറായി സർക്കാർ. ഇത് അന്വേഷിച്ച് ചെന്ന കൊല്ലത്തെ ജനത കണ്ടെത്തിയിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത ചുറ്റളവിൽ തന്നെ CPMൻ്റെ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് കൂടുതൽ സൗകര്യം കിട്ടാൻ, അവർക്ക് നാളെ മെഡിക്കൽ കോളേജ് കിട്ടാൻ, അല്ലെങ്കിൽ രോഗികൾ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് അവിടെ പോകുമ്പോൾ അവരെ പിഴിയാനുള്ള ആ ധനമോഹമായിരിക്കാം. ഇങ്ങനെയാണ് ആളുകൾ ന്യായമായും സംശയിക്കുന്നത്. നമ്മുടെ കൊല്ലത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ 600 കോടി രൂപ ESI എന്ന് പറഞ്ഞ ആശുപത്രിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ കേരള സർക്കാർ അതിന് പല കാരണങ്ങൾ പറഞ്ഞ് അതിന് സൗകര്യമില്ല, സ്ഥലമില്ല, പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിപ്പോൾ മുടക്കി വെച്ചിരിക്കുകയാണ്. താങ്കൾ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പം അതേപോലെ പല ഉത്തരവാദിത്തങ്ങൾ ഇരുന്നുണ്ട്. ഇവിടുത്തെ നാട്ടിലെ ഈ കൊല്ലം ജില്ലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജ് വരാതിരിക്കാൻ വേണ്ടി എന്താണ് ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതെന്ന് പറയാമോ? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? CPMും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗവേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്: തൊഴിലാളികൾ. സൂര്യന് താഴെയുള്ള സകല തൊഴിലാളികളുടെയും പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാടോ നടപടിയോ പദ്ധതിയോ ഈ സർക്കാർ നടപ്പിലാക്കാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ ഈ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിലാളികളോ അല്ലെങ്കിൽ പുതിയ തൊഴിലാളികളോ അല്ലെങ്കിൽ ഒറ്റ തൊഴിലാളികൾക്ക് അനുയോജ്യമായ അവർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയും നാളിതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, കാലാകാലങ്ങളിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഭരിച്ച നാട്ടിൽ ആ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഗവൺമെൻറ്റുകൾ ഈ തൊഴിലാളികൾക്കായി നൽകിയിരുന്ന ക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ അട്ടിമറിച്ചു. നിർമ്മാണ തൊഴിലാളി ഈ പെരിപെരിയുന്ന വെയിലത്ത് റോഡ് പണിയുന്നതടക്കമുള്ള കെട്ടിടം നിർമ്മിക്കുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ വളരെ വൈകി 10-22 മാസം മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ എല്ലാ തൊഴിലാളികളും കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റിലമായ കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാക്കി CPM സർക്കാർ മാറ്റിയിരിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ എത്ര ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നത്. അതേസമയം കാപ്പക്സും അതുപോലെ കാഷ്യൂ കോർപ്പറേഷനും CPMൻ്റെ കറവ പശുക്കളായി മാറിയിരിക്കുക. ഞാൻ ഓർക്കുക, ശ്രീ പിണറായി വിജയൻ കൊല്ലത്ത് നവകേരള യാത്രയുമായി വന്നപ്പോൾ കശുവണ്ടിയിൽ തീർത്ത പിണറായി വിജയൻ അങ്ങനെയൊക്കെ ദൂർത്ത് കാണിക്കുമ്പോൾ ഈ ഇവിടുത്തെ ലക്ഷക്കണക്കിന് 3 ലക്ഷത്തോളം വരുന്ന കശുവണ്ടി തൊഴിലാളികളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നില്ല. കശുവണ്ടി സംരംഭകരടക്കം ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ബാക്കി പത്രം കൂടിയ ഇതിന് നമുക്ക് കാണേണ്ടി വരും. എന്താ സംഭവിക്കുന്നതും? കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനുള്ള മെഡിക്കൽ കോളേജ്, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യം, പ്രിയപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ MPയുടെ അടക്കം ഇടപെടൽ കൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് 600 കോടി രൂപയുടെ അടങ്കൽ തുകയുമായി നമുക്ക് ലഭിക്കാമായിരുന്ന ESI മെഡിക്കൽ കോളേജ് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ശത്രുതാ മനോഭാവം കൊണ്ട്, വീണ ജോർജ് എന്ന് പറഞ്ഞ കഴിവുകെട്ട മന്ത്രിയുടെ തൊഴിലാളി വിരുദ്ധ മനോഭാവം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇതിനോടൊപ്പമുള്ള മറ്റ് 9 സംസ്ഥാനങ്ങൾ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ ESI മെഡിക്കൽ കോളേജുകൾ അവരവരുടെ നാടുകളിലേക്ക് വാങ്ങിയെടുത്തപ്പോൾ ഇവിടെ തൊഴിലാളികൾക്കെതിരായി നിലപാടെടുത്തിരിക്കുക പിണറായി സർക്കാർ. എന്താണ് ഇവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് കൊല്ലത്ത് ഓരോരുത്തരും പരസ്പരം ചോദിക്കുക. തൊഴിലാളികളല്ലാത്ത സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ ഈ കാര്യത്തിൽ വളരെ പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ്. ഇത് അന്വേഷിച്ച് ചെന്ന കൊല്ലത്തെ ജനത കണ്ടെത്തിയിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത ചുറ്റളവിൽ തന്നെ CPMൻ്റെ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് കൂടുതൽ സൗകര്യം കിട്ടാൻ, അവർക്ക് നാളെ മെഡിക്കൽ കോളേജ് കിട്ടാൻ, അല്ലെങ്കിൽ രോഗികൾ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് അവിടെ പോകുമ്പോൾ അവരെ പിഴിയാനുള്ള ആ ധനമോഹമായിരിക്കാം. ഇങ്ങനെയാണ് ആളുകൾ ന്യായമായും സംശയിക്കുന്നത്. അല്ല, ജനങ്ങളുടെ അഭിപ്രായം നേടിയപ്പോൾ അവർ പലരും പറഞ്ഞത്, ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് പൈസ ഇല്ലാതെ ഈ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സ കിട്ടും, പക്ഷേ ഇങ്ങനെ വരുമ്പോൾ NSൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ NSലെ രോഗി കുറയുമെന്നുള്ള ഒരു ഭയപ്പാടാണോ? തീർച്ചയായും അത് തന്നെയാണ് ന്യായമായും സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ESI മെഡിക്കൽ കോളേജൊക്കെ ഒരു നാടിന് കിട്ടുന്നത് മുടക്കാൻ ഒരു സർക്കാർ ഇറങ്ങിക്കുമോ? ഇതെന്ത് സർക്കാരാ? ഇത് സർക്കാരാണോ എന്താ പറയുക, ജനങ്ങളെ ശത്രുക്കളായി? ഈ RSPയുടെ ഒരു MP ഉള്ള പ്രേമേന്ദ്രൻ ഒരുപാട് ഈ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ കണ്ട് അദ്ദേഹം ഒരുപാട് ശ്രമം ഇതിന് നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേളിൽ ക്രെഡിറ്റ് വരും എന്നുള്ള ഒരു കാരണവും ഇതിനകത്ത് കാണുന്നുണ്ടോ?
തീർച്ചയായും അത് ന്യായമായി സംശയിക്കുന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന UDFൻ്റെ MP തീർച്ചയായും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അഭിമാനമായ MP ആണ്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ള ജനപ്രതിനിധികളെക്കാൾ 10 മാറ്റാണ് UDFൻ്റെ MP ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ്റെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളും പാർലമെൻറ്റ് ഇതര പ്രവർത്തനങ്ങളിലും. അദ്ദേഹത്തിൻ്റെ ശ്രമമായി ഡൽഹിയിലും മറ്റ് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി നടന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കി ആ പദ്ധതികൾ നാടിനു വേണ്ടി കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട MP, ആ MPയുടെ ശ്രമഫലമായി ഇത് വരുന്നു എന്നുള്ളത് തീർച്ചയായും കേരള സർക്കാരിന് സഹിക്കാൻ പറ്റത്തില്ല. ഇത് എല്ലാ ദുരിതാശ്വാസങ്ങളും ഒരുമിച്ചേർന്ന് ഇതിനേക്കാൾ ഏറെ അടിസ്ഥാന വിഷയമെന്ന് പറയുന്നത് തൊഴിലാളികളോടുള്ള ശത്രുതാ മനോഭാവം തന്നെയാണ്. 50 കുഞ്ഞുങ്ങൾക്കായിരുന്നു കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടേണ്ടത് ഈ മെഡിക്കൽ കോളേജ് വന്നാൽ. ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരത്തെ ഇല്ലാതാക്കിയ ഈ പിണറായി സർക്കാരും നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിവുകെട്ട മന്ത്രി വീണ ജോർജ് അവർ ഈ ആരോഗ്യരംഗത്ത് ICUലാക്കിയിരിക്കുക. ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ ജനരോഷം ഉയരുന്നുണ്ട്. നാളെയും ഞങ്ങളിവിടെ കൊല്ലത്ത് ചിന്നക്കടയിൽ സായാഹ്ന ധർണ്ണ അടക്കൊണ്ട് നിരന്തരമായ സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വളരെ അടുത്ത് ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഇലക്ഷനെ നേരിട്ട് അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഈ കൊല്ലത്ത് വീണ്ടും ESA മെഡിക്കൽ കോളേജ് ആക്കാൻ വേണ്ടുന്ന ഒരു ഭരണ സംവിധാനം നിങ്ങളുടെ നേതൃത്വത്തിലോ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നോട് പ്രതികരിച്ചതിന് നന്ദി. നമസ്കാരം.